ഈ ഡ്രോൺസ് ഉപയോഗിച്ചപ്പം അത് സ്ക്രാമ്പിൾ ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങൾ പെട്ടെന്ന് ഒന്നിച്ചു. അവരെന്ത് പാട്രിയോട്ടിക് മിസൈലും ആൻറ്റി എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചു. ഡച്ച് F-35 ഉപയോഗിച്ചു, ജർമ്മനി F-35 ഉപയോഗിച്ചു, ഇറ്റാലിയൻ പാട്രിയോട്ടിക് മിസൈൽസ് ആൻറ്റി എയർക്രാഫ്റ്റ് ഡിഫൻസ് സിസ്റ്റം അവർ ഉപയോഗിച്ചു. അപ്പം ഇതിന് പ്രാധാന്യമുണ്ട്. കാരണം ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്യുവാണെങ്കിൽ ഈ രാജ്യങ്ങളെല്ലാം കരുതിയിരിക്കുകയാണ് ഏത് സമയത്തും ഇവരെ റഷ്യയെ കയറി അറ്റാക്ക് ചെയ്യാം. അതുകൊണ്ടാണ് റഷ്യ പെട്ടെന്ന് ഈ രാജ്യങ്ങളോടും നാറ്റോയോടും ഒക്കെ പ്രഖ്യാപനം നടത്തിയത്. അവർക്ക് ടെക്നിക്കൽ ഫെയിലിയർ ഉണ്ടായത്, അതായത് ഈ ജാമർ വെച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നമാണെന്ന് പെട്ടെന്ന് റഷ്യൻ ഡിപ്ലോമാറ്റ്സും സീനിയർ ആയിട്ടുള്ള ഓഫീഷ്യൽസും ഇതിനെപ്പറ്റി പ്രതികരിച്ചു. കാരണം എന്താണെന്ന് റീസൺ ഉണ്ട്. കാരണം അവർക്ക് റഷ്യക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഈ രാജ്യങ്ങൾ ഉൾപ്പെടെ അമേരിക്ക ഉൾപ്പെടെ ഒരുമിച്ച് അടിക്കുവാണെങ്കിൽ റഷ്യ തീർന്നു പോകും. കാരണം ഏറ്റവും കൂടുതൽ ഹിറ്റ് വരുന്ന മോസ്കോയിൽ. കാരണം അതിൻ്റെ ചുറ്റും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ ബേസുകളുണ്ട്. ഈ രാജ്യങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കും. കാരണം അവരുടെ ഒരു രാജ്യമായ യുക്രൈനെയാണ് കയറി അടിച്ചിരിക്കുന്നത്. അയാൾ അത് നാറ്റോയിലല്ല. പക്ഷെ നാറ്റോ മെമ്പറായ പോളണ്ടിനെ അടിക്കാനുള്ള പോസിബിലിറ്റി നേരത്തെ ഇവർ ചെയ്തിട്ടുണ്ട്.